ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ടിമോന്ന് കുറേ നാളായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരു ലാസ്റ്റ് ഫെബ്രുവരി മുതൽക്കാണെന്ന് തോന്നുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. മുമ്പ് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്. സാധനങ്ങൾ വരുമ്പോൾ ഇനി ഫോൾട്ടായിട്ടുള്ള സാധനങ്ങൾ വരുമോ, ഇനിയിപ്പോൾ അത് ക്വാളിറ്റി ഇല്ലാണ്ടിരിക്കുമോ, ഇനിയിപ്പോൾ പറ്റിക്കപ്പെടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫെബ്രുവരി മുതൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്ത് ഇതുവരെ ഒരേ ഒരു സാധനം മാത്രമേ എനിക്ക് റിട്ടേൺ വിടേണ്ടി വന്നിട്ടുള്ളൂ. അതൊരു ഫോൾട്ടൊന്നും സംഭവിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കതിൻ്റെ ആ ചെരുപ്പ് എനിക്ക് പാകമില്ലായിരുന്നു. അതായത് എനിക്കിങ്ങനെ സൈസ് നോക്കി വാങ്ങിക്കാൻ അറിയത്തില്ല. ആദ്യമായിട്ടാണ് ചെരുപ്പ് വരണം ഞാൻ അങ്ങനെ വാങ്ങിക്കുന്നത്. ബാക്കി ഡ്രസ്സസ്സൊക്കെ ഞാൻ ഏകദേശം അതിനകത്ത് സൈസ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു സാധനം വിടേണ്ടി വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ആ ചെരുപ്പ് ഞാൻ റിട്ടേൺ വിട്ടത്. സോറി, ഞാൻ മറന്നുപോയി. ആ ചെരുപ്പ് ഞാൻ റിട്ടേൺ വിട്ടില്ല. അന്ന് എനിക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ കാല് കുറച്ച് വലുതായിരുന്നു. അപ്പം ഞാൻ ആ ചെരുപ്പ് ഞാൻ ചേച്ചിക്ക് കൊടുത്തു. റിട്ടേൺ വിട്ടൊരു സാധനം ഞാനൊരു മിനി സിലായി മെഷീൻ മേടിച്ച് എനിക്ക് ഓൾറെഡി ആ ഒരു മെഷീൻ ഞാൻ മുമ്പ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. സെയിം കണക്കുള്ള സാധനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആദ്യം അത് ചീത്തയായപ്പം അത് ശരിയാക്കാനുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇനി എനിക്കത് വേണ്ട. ഇനിയിപ്പോൾ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ എനിക്ക് തയ്ക്കാനൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും അത്ര പ്രോപ്പറായിട്ട് അറിയത്തില്ല. പക്ഷെ അത് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് എനിക്ക് പുതിയ നല്ലൊരു മെഷീൻ വാങ്ങിച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഈ കുഞ്ഞു സാധനം മേടിച്ച് പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് സെറ്റിൽഡ് ആയിട്ട് ഞാൻ നല്ലൊരു മെഷീൻ മേടിക്കും. അത്യാവശ്യം നല്ല വിലയുള്ള ഷോപ്പിൽ പോയി തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ജീൻസ് അടക്കമുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് എല്ലാം തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ആ ഒരു സാധനം ഞാൻ റിട്ടേൺ വിട്ടത്. അല്ലാതെ എനിക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ഒരു സാധനവും എനിക്ക് ഇതുവരെ റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഗൈസ്, എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇങ്ങനെ പർച്ചേസ് ചെയ്യുക. അതിങ്ങനെ അപ്പം തന്നെ ഇട്ടിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒരു ട്രൈപോഡാണ് കേട്ടോ. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടൊന്നും അല്ല ഞാനത് വാങ്ങിച്ചത്. ഇത് ഓൾറെഡി തന്നെ എനിക്ക് എല്ലാവരും പറയും നമ്മൾ പാസ്റ്റ് ലൈഫിലും ജീവിക്കരുത്, ഫ്യൂച്ചർ ലൈഫിലും ജീവിക്കരുത്, പ്രസന്റ് ലൈഫിലും ജീവിക്കണമെന്ന്. പ്രസന്റ് ലൈഫിൽ തന്നെ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇന്നലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഒപ്പിയെടുത്ത് വെക്കും, ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും. അപ്പൊ എനിക്ക് നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ഫാമിലി തന്നെ സെൽഫായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഫോണൊക്കെ ഇങ്ങനെ ചെറിയ ബണ്ണി ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പ്, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതും ഫോട്ടോസൊക്കെ എടുക്കുന്നതും. അപ്പൊ തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ട്രൈപോഡ് വാങ്ങണമെന്ന്. നല്ല ട്രൈപോഡ്. ഇനി ഇതേ സിയ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സാണ്. ഇത് നമുക്ക് വിന്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ്. നല്ല കട്ടിയാണത്, എനിക്കിഷ്ടപ്പെട്ടു. സിയുടെ കറക്റ്റ് അളവാണ്. പിന്നെ ഇത് ഈ ഒരു സ്കേർട്ട്, ഇതിന്റെ കളർ അനുസരിച്ച് നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇതെനിക്ക് വെറും €7 കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ എല്ലാത്തിന്റെയും കറക്റ്റ് റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ആന. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു കേട്ടോ. ഒരു ഡെക്കോർ പീസാണ്. ഒരു ആനയുടെ പുറത്ത് ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് അല്ലേ, നല്ലൊരു കൺസെപ്റ്റ്. ഈ ഓപ്പൺ ചെയ്യുന്ന സാധനമാണ് ഒരു സോപ്പ് ഹോൾഡർ. ഞങ്ങളുടെ ബാത്റൂമിൽ എത്ര സോപ്പ് ഹോൾഡർ ഞാൻ വാങ്ങി വെച്ചാലും അതെല്ലാം താഴെ പൊട്ടും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കുളിക്കാൻ കയറുമ്പോൾ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ എങ്ങനെയെങ്കിലും അത് താഴെ പൊട്ടും. അങ്ങനെ ഞാൻ 2 ഓർഡർ ചെയ്തോട്ടെ. അതിലൊരെണ്ണമാണിത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഡ്രെയിനായിട്ട് പോവുകയും ചെയ്തോട്ടെ ഇങ്ങനെ താഴോട്ട്. പിന്നെ ഇത് സക്ഷൻ ചെയ്ത് വെക്കാനായിട്ടാണ് ആ വെള്ള പ്ലാസ്റ്റിക്കിലൊരു സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമുക്ക് ഇരിക്കുന്ന സർഫസിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സക്ഷൻ പോലെ എഫക്റ്റിലതിരിക്കും. ഇത് അടിപൊളി ഒരു സാധനമാണ്. എനിക്ക് ഒരു ക്ലോക്കാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാനായിട്ട്. മഞ്ഞ കളറും എനിക്കിഷ്ടമാണ്. അത് ചേട്ടാ ഒരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. ഇത് അതിന്റെ എങ്ങനെ ഫിറ്റ് ചെയ്തെന്ന് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് കേട്ടോ ഞാനത് തപ്പുന്നേ. അങ്ങനെ ഗൈസ്, ഇനിയും കുറച്ചധികം സാധനങ്ങൾ ഞാനിപ്പം ഓർഡർ ചെയ്തായിരുന്നു. ഇത് ഒരു ഓയിൽ ഫില്ല് ചെയ്ത് വെക്കുന്ന ഒരു ബോട്ടിലാണ്. ഞാൻ കുറച്ചുകൂടെ വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. ഞാൻ സൈസൊന്നും നോക്കിയിട്ടില്ല, പടയൊന്നും പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ചെറിയ സൈസാണ് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ക്ലോസ് ആയിക്കോളും. നല്ല എഫക്റ്റായിട്ട് അത് വർക്കാവുന്നുണ്ട് കേട്ടോ. ഇതിന്റെ 2 ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ
€0 കിട്ടിയ 2 സാധനങ്ങളിൽ ഒന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ ആണ് ഇത് ഒരു സബ് ഹോൾഡർ. പിന്നെ വേണ്ടേ അടുത്തത് നല്ല രസമില്ല കാണാനായിട്ട്, ഒരു പെൺകൊച്ചത് ഇങ്ങനെ നല്ല ഭംഗിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ. അതെന്താണെന്നറിയോ, നമ്മുടെ ചെടി വെക്കുന്ന ഒരു പോട്ടാണത്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഈ ഓപ്പൺ ചെയ്യുന്നത് ഈ സാധനം എന്താന്ന് വെച്ചാല് നമ്മുടെ ക്യാൻഡിൽ മേക്കറാണ്. എനിക്ക് ഇങ്ങനത്തുള്ള കിസ്മത്ത് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സിയാക്ക് അടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു സ്കേർട്ടും ഒരു വൈറ്റ് ടോപ്പും. ഇത് ഭംഗിയുണ്ടെന്ന് അറിയാം കാണാനായിട്ട്. സിയ ഒരു രക്ഷയില്ലായിരുന്നു ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് എന്നെ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടേ ഈ ഡ്രസ്സ് നല്ല രസമല്ലേ. ഇതും സിയക്കാണ് കേട്ടോ 6 ഡ്രസ്സ് എന്താ ഞാൻ ഓർഡർ ചെയ്തു. സിയുടെ ഡ്രസ്സസ് ആണ് ഇതിൽ കൂടുതലുള്ളത്. ഇത് കുട്ടികൾക്ക് നല്ല കറക്റ്റ് അളവാണ് കേട്ടോ. ഇവര് 1 to 2 years എന്നൊക്കെ പറയുന്ന ഒരു കറക്റ്റ് അളവിൽ തരുന്നുണ്ട്. നേരത്തെ എനിക്കൊരു ചീട്ടാണ് കേട്ടോ. ഞാൻ അക്കൗണ്ട് ചേട്ടൻ കൂടി ഇതിന് ചീട്ട് കളിക്കാറുണ്ട്. ഇത് അക്കൗണ്ട് സ്വിമ്മിങ്ങിനുള്ളൊരു ഹാറ്റാണ്. അത് സിലിക്കോണിന്റെ മെറ്റീരിയൽ, നനയാണ്ട് തന്നെ ചെവിയിൽ വെള്ളമൊന്നും കയറില്ല. കുറെ ആൾ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ഇത്. ഇത് അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് അളവാണ്ട് ഞാൻ ഗസ്റ്റിന് കൊടുത്തുന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് ഒരുപാട് ഹൈ ഹീൽഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പ്ലസ് ടു വരെയൊക്കെ ഒരുപാട് ഹൈ ഹീൽഡ് യൂസ് ചെയ്യായിരുന്നു. അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പൊ എനിക്ക് പറ്റില്ല കേട്ടോ. ഫ്ലാറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഇപ്പൊ കുറെ നേരമായിട്ട് നമ്മൾ ഷൂസ് ഒക്കെയല്ലേ ഉപയോഗിക്കുന്നത്. അത് കാരണം ഒട്ടും എനിക്ക് പിൻപോയിട്ടൊന്നും പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അരിയോ അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ, അതായത് പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ അവർ ഒരു കപ്പെന്ന് പറഞ്ഞ അളവ് കാണിക്കും. എനിക്ക് ഈ അളവും ടീസ്പൂണും ടേബിൾ സ്പൂണൊന്നും അറിയില്ല കേട്ടോ. അതാണ് ഒരു കപ്പ്. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഇത് അടിപൊളി ഒരു സാധനമല്ലേ. ഇത് കിച്ചണിൽ വെക്കാൻ പറ്റിയൊരു ക്ലോക്കാണ് കേട്ടോ. ആദ്യം തൊട്ടിട്ട് എന്റെ പിടിയാൻ കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് മിക്കവാറും തിരിച്ചു വരണമെന്ന്. പക്ഷെ ഫൈനലി ഞാൻ എല്ലാം തുറന്ന് ബാക്കി നോക്കിയപ്പോഴത്തേനും എനിക്ക് ആ പിടി കിട്ടി കേട്ടോ. നല്ല രസമില്ലേ, ഒരു ഓംലെറ്റ് ആണത്. കിച്ചണിൽ വെക്കാൻ പറ്റിയൊരു ക്ലോക്ക്. എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇത്. അങ്ങനെയാണ് അത് ഞാൻ ഓർഡർ ചെയ്തത്. നെക്സ്റ്റും സിബേബിക്ക് ഉള്ള ഡ്രസ്സാണ്. എനിക്ക് ആ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണിത്. എനിക്ക് അത്രത്തോളം ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം സി അത്ര നമ്മളെ പോലെ കോപ്പറേറ്റീവ് അല്ലല്ലോ ഫോട്ടോ എടുക്കാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. നന്നായിട്ട് ഇപ്പം ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സായിരിക്കും അത്. ഇതും അടുത്തൊരു സോപ്പ് ഹോൾഡറാണ്. 2 ടോയ്ലറ്റിലും നമുക്ക് വെക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചത്. സോപ്പ് ഹോൾഡറാണ്. എനിക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും പൊട്ടിപ്പോകാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത്. വേണ്ടി അടുത്തൊരു ഡ്രസ്സ് പിങ്ക് കളറ്, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ ലൈറ്റ് ഒരു വാം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സസിന്റെ കളർ അത്ര എടുത്തറിയിക്കുന്നത്. പക്ഷെ ശരിക്കും നല്ല കളറുണ്ട് കേട്ടോ ഇതിന്, ഈ ഡ്രസ്സസിനെല്ലാം. അടുത്ത ഒരു സ്കേർട്ടും ടോപ്പുമാണ്. ഈ ടിമോന്റെ ഒരു ഗുണം എന്താണെന്നറിയോ, സൂചി തൊട്ട് തൂമ്പ വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ടിമോയിൽ കിട്ടും. നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാത്ത ഒരു സാധനങ്ങളില്ല. മസാജ് മെഷീൻസ്, 2 സെറ്റ് ചീട്ട് ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഇതായിരുന്നു. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.